മണിപ്പൂരിലെ മെയ്റംഗ് തോർലങ്ങാബോയിൽ ബോംബാക്രമണത്തിൽ 2 പിഞ്ചുകുട്ടികൾ കൊല്ലപ്പെട്ട കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി. BSF ജവാന്റെ 5 വയസ്സുള്ള മകനും 6 മാസം പ്രായമുള്ള മകളുമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ നടന്ന ക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടികളുടെ അമ്മ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. കുട്ടികളുടെ മരണത്തിന് പിന്നാലെ പ്രദേശത്ത് വൻ ജനരോക്ഷമാണ് ആഞ്ഞടിക്കുന്നത്. പ്രക്ഷോഭകാരികൾ മൊയ്റാങ് പോലീസ് സ്റ്റേഷന് സമീപത്ത് ടയറുകൾ കത്തിച്ച് പ്രതിഷേധിച്ചു. ഇതിനിടെ 2 ഓയിൽ ടാങ്കുകൾക്കും ഒരു ട്രക്കിനും പ്രതിഷേധക്കാർ തീയിട്ടു. ഒരു താൽക്കാലിക പോലീസ് ഔട്ട്പോസ്റ്റും ജനക്കൂട്ടം തകർത്തു. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ CRPF നടത്തിയ വെടിവെപ്പിൽ 2 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടതോടെ മേഖലയിലെ സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം മണിപ്പൂരിന് നടുക്കിയ ഈ സംഭവത്തിൽ കുറ്റവാളികളെ കണ്ടെത്താൻ സൈന്യവും പോലീസും സംയുക്തമായി തിരച്ചിൽ നടത്തുന്നുണ്ട്. അസം റൈഫിൾസ്, CRPF, സംസ്ഥാന പോലീസ് എന്നിവർ ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. കേസ് NIA ഏറ്റെടുത്തതോടെ ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. സംഘർഷം പടരുന്ന പശ്ചാത്തലത്തിൽ ഇംഫാൽ താഴ്വരയിലടക്കം സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്.